നമ്മുടെ ജനറേഷനിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ പോലും എന്താ പറയുക കുറച്ചുകൂടെ ഫെമിനിൻ സൈഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അങ്ങനത്തെ ഒരു ഫെമിനിൻ ട്രേഡ്സ് കാണിക്കപ്പെടുന്നവരാണ് പെണ്ണുങ്ങൾക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആണുങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു സെറ്റപ്പ് കുറെ കൂടെ ഒതുങ്ങി ഒരു ഫെമിനിൻ സൈഡ് കുറെ കൂടെ കാണിക്കാൻ തുടങ്ങി. ആ ഒരു സാധനം മസ്കുലിനിറ്റിനെ വളരെയധികം അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നു. നാട്ടിൽ തന്നെ പിള്ളേർ ഒരുപാട് പേര് അങ്ങനെ അവരുടെ BTS ആർമിയിൽ തന്നെ പിള്ളേർ സെറ്റ് ഇറങ്ങിയിട്ടുണ്ട്. എനിക്കതല്ല, പെണ്ണുങ്ങളൊക്കെ ഭയങ്കര കൊറിയൻ ഡ്രാമ, കൊറിയൻ പാട്ടുകൾ, മൊത്തത്തിൽ കൊറിയൻസിനെ അവർക്ക് ഇഷ്ടം. അവർക്ക് കൊറിയ പോകാനൊക്കെ താല്പര്യം. ഓക്കെ ഗൈസ്, സോ ഒഫീഷ്യലി വെൽക്കം ബാക്ക് കട്ടൻ ചായ ഡബിൾ ഡബിളിൻ്റെ നമ്മുടെ എപ്പിസോഡ് നമ്പർ 16, മാസ്കുലിൻ വേർഷൻ ഓഫ് മാൻ. സോ അത് സംഗീതത്തിൻ്റെ ടോപ്പിക്കാണ്, അടിപൊളി ടോപ്പിക്കാണ്. അതിലൊരു സെക്കൻഡ് വെർഷനും ഉണ്ടായിരുന്നു. സോ എന്താണ് ഒരു മാസ്കുലിൻ മാൻ? ഇല്ലെങ്കിൽ ഇന്ന് സൊസൈറ്റിയിലായിട്ടൊരു വേർഷൻ മേ ബി ഉണ്ടാവും, നമ്മുടെ മൈൻഡിലൊരു വേർഷൻ ഉണ്ടാവും, നമ്മുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ മേ ബി ഒരു പർട്ടിക്കുലർ വേർഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല ഡെഫിനേഷൻസ് ത്രൂ കടന്നു പോകുന്ന സൊസൈറ്റി ത്രൂ ഇവോൾവ് ആയി വരുന്ന ഒരു പർട്ടിക്കുലർ ഡെഫിനേഷൻ ഉണ്ട്, ലൈക്ക് വാട്ട് ഈസ് എ മാസ്കുലിൻ മാൻ എന്നുള്ള സംഭവം. സോ അത് സംഗീതൻ്റെ ടോപ്പിക്കാണ്. അപ്പോൾ സംഗീതം ഓൾ ഓഫ് എ സഡൻ ഇൻട്രസ്റ്റ് ഇല്ല, സംഗീതം കുറച്ച് നാളായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള സംഗീതം കുറച്ച് ഡീപ്പ് റിസർച്ചുകൾ ഇതിൽ പറയാൻ വേണ്ടിയിട്ട് ടോപ്പിക്കായിരിക്കും. അപ്പോൾ നമുക്ക് സംഗീതം സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഒരു മാസ്കുലിൻ മാൻ എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ ഈ ടോപ്പിക്ക് ഇട്ടതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മോഡേൺ ടൈംസിൽ ഇപ്പോൾ എന്താ പറയുന്നത്, ഇത് അത്രയും പ്രേസ് ചെയ്യാത്തൊരു സംഭവമാണ്. എന്താണ് ഇച്ചിരി മാസ്കുലിനായിട്ടുള്ള ഒരു മനുഷ്യനെ അത്രയും പ്രേസ് ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ പണ്ടത്തെ ടൈമിൽ ഒക്കെ ഒരു ലെറ്റ്സ് ഒരു വില്ലേജിൽ ഒരാളുണ്ട്, പുള്ളി എല്ലാ കാര്യത്തിനും വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി കെയർ ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ അത്രയും പ്രേസ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു പുള്ളി. പക്ഷേ ഇന്നത്തെ നമ്മുടെ ജനറേഷനിൽ LGBT ഒരു സംഭവമാണ്, അത് വേറെ ഒരു ടോപ്പിക്കാണ്. പക്ഷേ സ്റ്റിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ പോലും എന്താ പറയുക കുറച്ചുകൂടെ ഫെമിനിൻ സൈഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഫെമിനിൻ ബോയ്സ്, കൊറിയൻ ബോയ്സ് എന്താ പറയുക ഒരു താടി ഷേവ് ചെയ്തു, മീശ ഷേവ് ചെയ്തു, അത് ഓപ്ഷനാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഫെമിനിൻ ട്രേഡ്സ് കാണിക്കപ്പെടുന്ന അങ്ങനത്തെവരാണ് പെണ്ണുങ്ങൾക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതിപ്പോൾ ഓരോ ആൾക്കാരുടെ ചോയ്സാണ്. പ്ലസ് അങ്ങനത്തെ ആൾക്കാർ പ്രേസ് ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇട്ട ഒരു ടോപ്പിക്കാണ്. അപ്പം ഞാൻ കാറ്റഗറി ഓഫ്, അതായത് ഏത് ജനറേഷനാണ്? ജെൻസി ആണോ, ആൽഫയാണോ? ജെൻസിയില്ല, എല്ലാവരും തന്നെ. എല്ലാവർക്കും ഇപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടം. താടിയൊന്നുമില്ല, മീശയൊന്നുമില്ല, പെണ്ണുങ്ങളെ പോലെ ഡ്രസ്സ് ചെയ്യുന്നു, എന്താ പറയണേ ഭയങ്കര ഒരു പെണ്ണുങ്ങളുടെ ഒരു നേച്ചറൊക്കെ ഉള്ള ആളാണെങ്കിൽ അവർക്ക് മേ ബി അത് ആണുങ്ങൾ കാരണം തന്നെയായിരിക്കാം. മേ ബി അവരുടെ ഒരു അഗ്രഷൻ, ഡോമിനൻസ് ഒക്കെ കാരണം, ചിലപ്പോൾ വന്നൊരു ട്രോമയൊക്കെ കാരണം ആയിരിക്കാം. കാരണം അവർക്കിപ്പോൾ കുറച്ചുകൂടെ പെണ്ണുങ്ങളെ പോലത്തെ ആണുങ്ങളെയാണ് കൂടുതൽ ഇഷ്ടം. അത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കിട്ടിയാണ് ഞാൻ ഈ ടോപ്പിക്ക്. ഓക്കെ, സോ അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുമ്പേ, ഓക്കെ, സോ നീ പറഞ്ഞു നോട്ട് പ്രേസ്ഡ് എന്ന് മാസ്കുലിനിറ്റി. അത് എന്തുകൊണ്ടാണ് കാരണം നിനക്ക് തോന്നുന്നത് മോഡേൺ സൊസൈറ്റിയിൽ? പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഫെമിനിനിസ്റ്റ് അവർ വന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ട് നമ്മൾ ആണുങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ പെണ്ണുങ്ങൾ പറയുന്നതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ എല്ലാം ചെയ്തോളാം. അപ്പോൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു കൺട്രി അല്ലെങ്കിൽ മേ ബി ഒരു ഫാമിലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരാൾക്ക് ആ ഒരു വാല്യൂ ഇല്ല. കാരണം പണ്ടെന്ന് വെച്ചാൽ ആണുങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു, ഒക്കെ പെണ്ണുങ്ങൾ വീട്ടിലിരുന്ന് ആളെ നോക്കുന്നു അല്ലെങ്കിൽ ഫാമിലീനെ നോക്കുന്നു, ആ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അവരെ പ്രേസ് ചെയ്യാൻ വീട്ടിൽ തന്നെ വൈഫ് ഉണ്ടായിരുന്നു. നമ്മൾ നോക്കി ഇന്ന് ഇത്രയും പൈസയ്ക്ക് പണിയെടുത്തു അല്ലെങ്കിൽ ഇത്രയും പൈസ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു, അപ്പോൾ ആ ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ പ്രേസ് ചെയ്യും. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പറയുന്നതൊക്കെ നമ്മളെല്ലാവരും ഈക്വലാണ്, എന്നെ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ എനിക്ക് വേണ്ടി പണിയെടുക്കും, നീ നിനക്ക് വേണ്ടി പണിയെടുത്തോ. അപ്പോൾ എന്താ അവർ ആ ഒരു പണ്ടത്തെ ഒരു എന്താ അത് കിട്ടുന്നില്ല, ഒരു ഫാമിലി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. എന്ന് പറയുന്ന മേ ബി ഫെമിനിസത്തിനൊരു പാട്ടുണ്ട്, മാസ്കുലിനിറ്റി കറന്റ് സൊസൈറ്റിയിൽ മേ ബി അപ്രൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ അതിനത്രയും അതുപോലെയല്ല ഒരു എന്താ പറയുന്നത് ഒരു ടോക്സിക് ഫെമിനിസം, അതാണ് എനിക്ക് തോന്നുന്നത്. ടോക്സിക് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ കാരണം ഒരു ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ ഉള്ളവരും അവരും ഫെമിനിസ്റ്റ് തന്നെയായിരുന്നു. അവരെന്താ പറയണേ അവരും പെണ്ണുങ്ങൾ തന്നെയായിരുന്നു, അവരാണുങ്ങളൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്ന ഒരു ടോക്സിക് അജണ്ട വരുന്നുണ്ട്. എന്താ പറയണേ നമ്മൾ പെണ്ണുങ്ങളാണെങ്കിൽ എന്തായാലും പണിയെടുക്കണം, നമ്മൾ സ്വന്തം പൈസ നമ്മൾ തന്നെ പണിയെടുക്കണം, വേറെ എന്താ പറയണേ നമ്മൾ വീട്ടിലൊരിക്കലും ഇരിക്കരുത്, ഫാമിലീനെ നോക്കരുത്, ഫാമിലീനെ നോക്കാൻ വേണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ആളെ നിർത്തിക്കൊള്ളണം. അവർക്ക് വേണമെങ്കിൽ ഒരു 30,000 സാലറി കൊടുത്താലും കുഴപ്പമില്ല, ഞാൻ 20,000 പുറത്ത് പോയി പണിയെടുക്കും. പുള്ളിക്കാരത്തി 20,000 പണിയെടുത്തിട്ട് വീട്ടിൽ ഒരു പുള്ളിക്കാരത്തിനെ നിർത്തണമെങ്കിൽ 30,000 രൂപയാവും. അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ പിന്നെ മെയിൻ സംഭവമാണ് നമ്മൾ നമ്മുടെ പിള്ളേർ നോക്കുന്ന പോലെ വേറെ ഒരാൾക്കും നോക്കാൻ പറ്റത്തില്ല. അതൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സംഭവം കാരണം
ആണുങ്ങൾക്കും അതാണ് ഇപ്പോൾ കുറച്ചും കൂടി ഇഷ്ടം. ഓക്കെ, പെണ്ണുങ്ങൾ പണിയെടുക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്താ പറയുക, പണ്ടത്തെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളില്ല, കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ട് ആണുങ്ങൾക്ക്. അതൊരു ഇതിൻ്റെ സൈഡാണ്. അത്രയും പ്രഷറില്ല. മേ ബി എന്താ പറയുക, ഒരു വർക്കിംഗ് വൈഫ് കിട്ടുവാണെങ്കിൽ അത്രയും നല്ല. മോർ ഏണിങ്സ്, ലെസ് പ്രഷർ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഒരു തോട്ട്സ് പറ, നിങ്ങളുടെ ഒരു ഐഡിയ എന്താ ഒരു ബെസ്റ്റ് ഓക്കെ മസ്കുലിൻ മാൻ? പറഞ്ഞ ബെൻസ് ബൈക്ക് എന്താ തോന്നിയവൻ പറഞ്ഞോട്ടെ. നീ എന്തിനാ അവനെ പറഞ്ഞിട്ട് എപ്പോഴും എന്നെ തന്നെ ചൂടണേ ചോദിച്ചത്? അത് കുഴപ്പമില്ല. അത് ഓക്കെ. ഈ ഫാമിലി വൈസ് നോക്കുകയാണെങ്കിൽ പറഞ്ഞാൽ ഇക്വാലിറ്റി ഉള്ളതെന്നല്ല തന്നെയാണ് അത്. ഇത് ഈ പറഞ്ഞ പോലെ ഒരാൾ ജോലിക്ക് പോകുന്നു, അപ്പോൾ ഒരു ഇത് വരും, ഞാനല്ലേ പൈസ ഉണ്ടാക്കുന്നേ, ഇവരൊക്കെ എൻ്റെ അണ്ടർ. പക്ഷെ അതിൻ്റെ ഒരു ഇത് വരുന്നതെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടെ പിള്ളേർ നോക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനൊന്നുമില്ല. എന്താണ് ബയോളജിക്കലി അതാ പറയുന്നത്. പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടെ സ്നേഹമുണ്ട് പിള്ളേരോട്, ആണുങ്ങൾക്ക് അതല്ല. അപ്പോൾ ഈ അമ്മയില്ലാതെ വളരുന്ന പിള്ളേരൊക്കെ കൊണ്ടല്ലോ, അവരൊക്കെ അച്ഛന്മാരൊക്കെ ഓരോരുത്തന്മാർ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഞാനൊരു വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ട്, ഒരു അപ്പനൊരുത്തൻ ഒരു മോളുടെ ഇത് വേണ്ടി അമ്മമാരാ പോകുന്നത്. അപ്പൻ പെണ്ണുങ്ങളുടെയൊക്കെ വേഷം കെട്ടി അമ്മയാണെന്നുള്ള രീതിയിൽ പോകും. അത് സംഭവം ചാൾക്കാൻ മോളോടുള്ള സ്നേഹമാണ് സംഭവം കാണിക്കണേ. സ്നേഹം എങ്ങനെയാണ് കാണിക്കുന്നത്? പക്ഷെ അച്ഛൻ സ്നേഹിക്കുന്നതായിരിക്കില്ല അമ്മ സ്നേഹിക്കുന്നത്. അച്ഛൻ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും, അമ്മ പക്ഷെ കുറച്ചും കൂടെ കെയർ മുകളിലല്ലോടാ. അതായത് ഇപ്പം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് രണ്ടുപേർക്ക് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് രീതിയിലാണ് അത് അതിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഇപ്പം കുറേ കൂടെ ഒക്കെ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ അപ്പന്മാരെന്ന് പറയുന്നത് ഒരു ഫാദർ ഫിഗർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പിള്ളേരൊക്കെ കുറേ കൂടെ ഒരു റോൾ മോഡലാക്കി വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഫിഗർ ആയിരിക്കും. കമ്പയർ ടു ഒരു അമ്മ എന്ന് പറയുന്നത് എന്തും നമുക്ക് പോയി പറയാം, എന്തും എനിക്ക് ഓപ്പൺ ആയിട്ട് പോയി പറയാം, എനിക്ക് എന്തും പോയി സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അങ്ങനെ ഒരു ആളായിരിക്കും നമുക്ക് അമ്മ എന്ന് പറയുന്നത്. സോ അപ്പോൾ ആ ഒരു സാധനം പോകുമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു 1-2 പോയിന്റ് ആഡ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, ഈ മസ്കുലിനിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതൊരു അജണ്ടയാന്ന് പറയുന്നുണ്ട്. അതായത് ഈവൻ ഈ ഫെമിനിസം കൊണ്ടുവന്നതും അത് അവരുടെ ആൾക്കാരിൽ തലയിലോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുന്നതും നല്ല കാര്യമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതായത് അതിൻ്റെതായ രീതി കണ്ടു കഴിഞ്ഞാൽ, പക്ഷേ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ കേസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒരു സൊസൈറ്റിയിൽ ഒത്തിരി മസ്കുലിനായിട്ടുള്ള ആൾക്കാരുള്ളപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കണ്ടാലും ചോദ്യം ചെയ്യും. ഒരു പ്രശ്നം ഒരു സൊസൈറ്റിയിലുണ്ടായി, സോ അതിനെ ചോദ്യം ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ഇത്രയും മസ്കുലിനായിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ടെസ്റ്റോസ്റ്റെറോണുള്ള ആൾക്കാരുടെ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇതെന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കൊരു മോറൽ ആൻഡ് വാല്യൂസ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്താണ് ഈ കാര്യങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ല നടക്കേണ്ട എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ നിന്ന് വന്ന് അറിയുമ്പോഴത്തേക്ക് ഇപ്പം പറഞ്ഞാലേ കുറേ കൂടെയൊക്കെ ആണുങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു സെറ്റപ്പ് കുറേ കൂടെയൊക്കെ ഒതുങ്ങി ഒരു ഫെമിനിൻ സൈഡ് കുറേ കൂടെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആർക്കും ഒരു കാര്യങ്ങളും ചോദ്യം ചെയ്യാനോ ഒന്നുള്ളൊരു ഇതുണ്ടാവില്ല, എല്ലാവരും വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടുന്നു. സോ അപ്പോൾ ആ ഒരു സാധനം മസ്കുലിനിറ്റിനെ വളരെയധികം അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. കമ്പയർ ടു ഞാൻ പറയാം നമ്മുടെ നാട്ടിലേക്കാൾ കൂടുതൽ വെസ്റ്റിൽ. ഇപ്പോൾ വെസ്റ്റിലൊരു മെയിൻ കാര്യം പറയുന്നത് ഈ ആണുങ്ങളെല്ലാം ഭയങ്കര ഒബേസായി പോകുന്ന പറയുന്നത്. ഒബേസിറ്റി കൂടുന്നു, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നു, ആർക്കും എന്താ പറയുക ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. ഇപ്പം ആരും ഒട്ടും സ്റ്റോയിക്കല്ല. ഇപ്പോൾ കുറേ നമുക്ക് ഫിലോസഫേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോയിസിസം എന്ന് പറയുന്നത് ഒരു സമയത്ത് വളരെ ഇതായിട്ട് നിന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചുമ്മാ സെർച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറേ ഫിലോസഫേഴ്സിൻ്റെയും അവരുടെ ഫിലോസഫിയും കാര്യങ്ങളെല്ലാം. സോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ കൂടെ കിട്ടുന്നില്ല. സോ അപ്പം അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ബാക്കി നീ പറഞ്ഞത് ആഡ് ചെയ്തു. ഞാൻ ഓക്കെ എവിടെ വരെ എത്തിയിട്ട് ഇനിയിപ്പോൾ ബാക്കി ഇനിയിപ്പോൾ എന്ത് ഞാൻ പറഞ്ഞു, എന്നെ പറഞ്ഞു ഇക്വാലിറ്റി വേണമെന്ന് ഷൈന ചുരുമ്പ് പറഞ്ഞായിട്ട് അല്ലെ, സംഗീത ചുരുമ്പ് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഫീമെയിൽസിന് ഈ ഇടയ്ക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആണുങ്ങളാണ്, കൊറിയൻ ബോയ്സ്, മീശയും താടിയില്ലാത്ത. ആ സംഭവം നിനക്ക് തോന്നുന്നുണ്ടോ? ലുക്ക് വെച്ചിട്ടാണ് തോന്നി പറയുന്നത്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം BTS എന്ന് പറയുന്ന അവരുടെ ഒരു ലുക്ക് വൈസ് വെച്ചിട്ടായിരിക്കും ഈ പറയുന്നത്. മൊത്തത്തിൽ എന്താ വൈറ്റ് വാഷ് വെച്ചിട്ടൊരു നിനക്ക് തോന്നുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാരെ അങ്ങനത്തെ ആണുങ്ങളാണ് ഇഷ്ടപ്പെടുന്നതെന്നാണ് നീ പറയുന്നത്? അങ്ങനെ പിന്നെ നാട്ടിൽ തന്നെ പിള്ളേർ ഒരുപാട് പേര് അങ്ങനെ അവരുടെ BTS ആർമിയിൽ തന്നെ പിള്ളേർ സെറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ചോദിച്ചത് ഏത് ജനറേഷനാണ്? എനിക്ക് ചിലപ്പോൾ നമ്മുടെ ജനറേഷൻ എല്ലാവർക്കും എല്ലാം ഉണ്ട്. നമ്മുടെ ജനറേഷൻ മൂത്തവരൊക്കെ ഉണ്ട്. ഇത് പറഞ്ഞതില് ഞാൻ കണ്ടുള്ള കൂടുതൽ പിള്ളേരല്ല കണ്ടിട്ടുള്ളത്. കൊറിയൻ സംഭവം പറഞ്ഞാൽ എനിക്കതല്ല, പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര കൊറിയൻ ഡ്രാമ, കൊറിയൻ ലൈക്ക് പാട്ടുകൾ, കൊറിയൻസിനെ അവർക്ക് ഇഷ്ടം. അവർക്ക് കൊറിയ പോകാനൊക്കെ താല്പര്യം തോന്നുന്നു. മൊത്തത്തിൽ അങ്ങനെ ഒരു ഫിഗർ അവർക്ക് ഇഷ്ടം. ഇതായിട്ടുള്ള ഫാമിലി വൈസ് നോക്കാനാണെങ്കിൽ ഈ പറഞ്ഞ 2 പേർക്കും ജോലി ഉണ്ട്. 2 പേർക്കും ചെയ്യാൻ പറ്റാത്ത എനിക്കറിവിടെ എന്ത് ജോലി അല്ലെങ്കിൽ എന്താ അതിൻ്റെ പുറകിലും പറയുന്നുണ്ട്. അതൊരു അജണ്ടയെന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു ഫാമിലിയിൽ പണ്ടെന്ന് പറയുമ്പോൾ ഒരാൾ പ്രൊവൈഡ് ചെയ്യുന്നു, മറ്റൊരാൾ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുന്നു. ബട്ട് ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ എന്ന് പറയുമ്പം 2 പേരും ജോലിക്ക് വന്നു. അപ്പം ബേസിക്കലി 2 പേരും പറയുന്നത് നമ്മൾ ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം, ബ്ലാ ബ്ലാ ബ്ലാ. സോ അപ്പം അല്ല ചേച്ചിക്ക് അവരും
പഠിച്ചതല്ലേ, അപ്പോൾ അവർക്ക് ജോലി അതല്ലടാ, ആ ഒരു ഇമോഷണൽ കണക്ഷനാണ് പറയുന്നത്. സോ ഇപ്പോൾ ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നീ രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് വീട്ടിൽ വന്നു. സോ അപ്പം നിന്റെ ഭാര്യ നിന്റെ പിള്ളേരെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം. നീ വൈകിട്ട് വരുന്നു, അവര് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതൊരു വ്യൂ. ഞാൻ വേറൊരു വ്യൂ പറയട്ടെ. ഈ പറഞ്ഞപ്പോ ഒരു മസ്കുലിനിറ്റി പ്രൈസ് ചെയ്യുന്നതിന്റെ കാര്യം ഞാൻ പറയുന്നത്. അതൊരു വ്യൂ. വേറെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവര് ഇപ്പോൾ ഒരു പുള്ളിക്കാരി ചിലപ്പോൾ ഡോക്ടറാണെന്ന് ചെറുപ്പം തൊട്ട് ആഗ്രഹം ഉണ്ടാകും. അത് പഠിച്ച് ഡോക്ടറൊക്കെ ആയി കഴിയുമ്പോൾ പറയാം നീ കെട്ടിക്കോ, എനിക്ക് പിള്ളേരെ നോക്കി പറയുമ്പോൾ ആലോചിച്ച്. ഇല്ല, അത് ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലോ. ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. അതായത് ഈ ഒരു ഫാമിലിയുടെ ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോൾ രണ്ടുപേരും ജോലിക്ക് പോകാൻ തുടങ്ങുന്ന ഒരു സെറ്റപ്പ് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് അവിടെ ഇല്ലാണ്ടായി പോകും. കാരണം പിള്ളേർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ സമയം ഇല്ലാണ്ടായി വരുന്നു. രണ്ടുപേരും കരിയർ ഫോക്കസ്ഡ് ആണ്. രണ്ടുപേർക്കും ഒരാൾ വീട്ടിൽ ഒരാൾ ജോലിയിലാണെങ്കിലും ഇപ്പൊ ഇടക്കുറെ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഷിഫ്റ്റ് ടൈമിംഗ് ഒരുപോലെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ആലോചിക്കും ഇപ്പോൾ രണ്ടുപേർ ഒരേ ഷിഫ്റ്റ് ടൈമിംഗ് ആണെന്നുണ്ടെങ്കിൽ സെയിം അല്ലേ, ഒരുപോലെ അല്ലേ. ഒരാൾക്ക് ജോലി ഇല്ല. വേറൊരു കാര്യം എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. പക്ഷെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എനിക്കൊന്ന് അല്ലല്ല ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക്, ആണുങ്ങൾ എന്ന് പറയുന്ന അണ്ടർ പ്രഷറിൽ കുറെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി അവർ കുറെ കൂടെ എന്താ പറയുക ഒരു മോൾഡ് ചെയ്തെടുത്തേക്കുന്ന പോലെയാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നു. രണ്ടുപേരും ആ ജോലിക്ക് പോകുമ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം വൈകിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അവർ പിന്നെ അതിൻ്റെ ഒരു ഇതിലായിരിക്കും. സ്ട്രെസ്സും കാര്യങ്ങളും ജോലിയുടെ പ്രഷർ മറ്റേ കാര്യങ്ങൾ. നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരപ്പൻ ജോലിക്ക് പോയി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വരുമ്പം ഭാര്യ അവിടെ ഫ്രീ ആണ്, റിലാക്സ്ഡ് ആണ്. അവർക്ക് ഇരുന്ന് സംസാരിക്കാൻ കാര്യങ്ങളുണ്ടാവും. രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ ഭാര്യ വീട്ടിൽ ചെയ്തത് വൈകിട്ട് ഇങ്ങനെ ഹസ്ബൻഡിനോട് പറയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. ഇതൊക്കെ സംഭവിച്ചു അപ്പോൾ പുള്ളിക്ക് ഉണ്ടാവും പറയാം ഓക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. സോ അപ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു അറ്റ്മോസ്ഫിയർ അതിനെല്ലാം അപ്പം അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് മസ്കുലിനിറ്റിയും കാണാൻ പറ്റും, ഒരു എന്താ പറയുക ഒരു ഫെമിനിൻ സൈഡും കാണാൻ പറ്റും, ആണിൻ്റെയും കാണാൻ പറ്റും, പെണ്ണിൻ്റെയും കാണാൻ പറ്റും. സോ അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ പെണ്ണുങ്ങളും കുറേ കൂടെ മസ്കുലിൻ ആവണം ആ ഒരു രീതിയിലാണ് അവരും ചിന്തിക്കുന്നത്. ബട്ട് സ്റ്റിൽ അതിനെ ഫെമിനിസം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. എനിക്ക് മനസ്സിലായതാണ്, ഞാൻ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സോ അപ്പം എന്താ പറയുക ആ ഒരു ഇതിനെ റൊമാൻസ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ ഒരു സംഭവത്തിന് ആ ഒരു ഫുള്ളി ഒരു വൈബ് നഷ്ടപ്പെടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ സ്ട്രെസ് ഇപ്പോൾ ഒരാൾ പോയാലും രണ്ടുപേരും ഐ മീൻ വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് സ്ട്രെസ് ഒട്ടും വരില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഞാൻ പറയുന്നത് ആ ഒരു ജോലിക്കൊക്കെ പോയിട്ട് ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്നു. രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും സ്ട്രെസ് ആയില്ലേ? ഇപ്പോൾ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞത് ഇപ്പം മണിക്കൂറോളം നിൽക്കുന്ന സാധനം അല്ലല്ലോ. ഐ മീൻ 8 മണിക്കൂർ 10 മണിക്കൂർ. ഇതിൽ വേറെ എന്തെങ്കിലും ഇത് ലൈക്ക് മാസ്കുലിനിറ്റി സൊസൈറ്റിയിൽ നിന്ന് മിസ്സിംഗ് ആണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതിന്റെ പിന്നിൽ എന്തോ ഒരു അജണ്ട തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജ്യൂസിന്റെ അജണ്ടയാണ് ആക്ച്വലി പറയുവാണെങ്കിൽ ഇപ്പൊ സീന ഇപ്പൊ വേണ്ട, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഇത് ജ്യൂസുമായിട്ട് ബന്ധമൊന്നുമില്ല. അവര് പാവങ്ങൾ. ഇതിന്റെ പിന്നിൽ എന്തൊക്കെ അജണ്ട. മസ്കുലിനിറ്റി കൂടിപ്പോയ കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്താ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൺട്രോളാണ്. കാരണം ഇപ്പോൾ ഒരു വീട്ടിൽ അച്ഛനും ഇല്ല അമ്മയും ഇല്ല പിള്ളേരെ നോക്കുന്ന ആരാ? അപ്പോൾ സ്കൂളുകളിൽ ലൈക്ക് കരിക്കുലമൊക്കെ സെറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റും പിന്നെ അതിൻ്റെ പിന്നിലെ ആൾക്കാരും ഒക്കെയാണ്. അപ്പോൾ കൊച്ചിനെ പോലെ ഒരു പിള്ളേരെ കൺട്രോൾ ചെയ്ത് വരുന്നത് തന്നെ ബേസിക്കലി നമ്മുടെ ഗവൺമെൻറ്റാന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞാൽ അവരാണ് അടുത്ത ജനറേഷൻ വരേണ്ടി വരും. അതെ. ഇപ്പം നീ പറഞ്ഞ ഒരു നമ്മുടെ ജനറ്റിക്സിൻ്റെ കാര്യം പറയുകയാണല്ലോ. ഈ ജനറ്റിക്സ് എന്ന് പറയുന്നത് ഓൾട്ടർ ചെയ്യാവുന്ന അത് ഓരോ ജനറേഷൻ കഴിയുമ്പോൾ അതിനൊരു വ്യത്യാസം വരും. ഇപ്പോൾ ഈ വളർന്നു വരുന്ന സാഹചര്യമൊക്കെ ഇതിനെ ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഭയങ്കര ആൻസിസ്റ്റർ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ സീൻ ജെനറ്റിക്സ് ആയിരിക്കും ചിലപ്പോൾ. അത് കഴിഞ്ഞ് വന്നിപ്പോൾ നമ്മുടെ ജെനറ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഷോക്ക്. അപ്പോൾ ഇനി വരാൻ പോകുന്നു അതിൽ ഷോക്കായിരിക്കും. അപ്പോൾ അതിനെയാണ് ഇവൻ ഈ കൺട്രോളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ചോദിക്കട്ടെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് ഇന്നത് പഠിച്ച് ഇന്നതാകണം എന്ന് ആഗ്രഹമുണ്ട്, ഇന്നതായി പഠിച്ചതായി എന്ന് പറയുക. അപ്പോൾ അവരുടെ ഒരു ഫാമിലി ലൈഫ്, അപ്പോൾ ഒരു പെണ്ണിൻ്റെ കാര്യം പറയണേ, അവർ ഫാമിലി ലൈഫ് വർക്ക് ലൈഫിൽ അങ്ങനെ കൊണ്ടുപോകും. ഐ മീൻ അപ്പോൾ ആ പെണ്ണ് ജോലി ഇല്ലാത്തവരെ തന്നെ കെട്ടണം എന്നാണ് പറയണേ. അല്ലല്ല ഇതിന്റെ മൊത്തം കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ രണ്ട് ഇൻഡിവിജ്വലിന്റെ കയ്യിലാണ്. ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത്, ഇങ്ങനെയൊക്കെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. സോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു മാറ്റം വന്നു. ഇപ്പൊ ഇങ്ങനെ എന്തായാലും അവർക്കും ജോലിയാണെന്ന് ആഗ്രഹം ഉണ്ടാക്കി, ഇന്നത് എന്റെ ആഗ്രഹമാണ്, ഓക്കെ സാധിച്ചു. ഇപ്പം നാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് വന്ന് എൻ്റെ അടുത്ത് പറയും എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പോയിരുന്നു പറയില്ല അവളോട്. സോ അഗെയിൻ അപ്പോൾ ഇതിൽ ഫൈനലായി ജസ്റ്റ് എൻ്റെ ഒരു ചെറിയൊരു തോട്ട്സ് ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ മാസ്കുലിനിറ്റിയിൽ തന്നെ തിരിച്ചു വരുമ്പോഴത്തേനും മാസ്കുലിനിറ്റി ആസ് എൻ ഐഡിയ ഒരു സൊസൈറ്റിയിൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊന്ന് ഇവിടെ എല്ലാവരും തന്നെ ഓൾറെഡി എഗ്രി ചെയ്തു. അപ്പോൾ എഗെയിൻ സ്ട്രോങ് മെൻ അല്ലെങ്കിൽ ആ ഒരു എനർജി ഇല്ലാത്തൊരു സൊസൈറ്റി ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. കാര്യം ഒബ്വിയസ്ലി അതിൻ്റെ ഓപ്പോസിറ്റ്, അതിൻ്റെ പോളർ ഓപ്പോസിറ്റ് അത്രയും തന്നെ അത്യാവശ്യമാണ്. ബട്ട് ദെൻ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് മാസ്കുലിനിറ്റിയും കൂടി ഇല്ലെങ്കിൽ സൊസൈറ്റി ഫ്രണ്ടിലേക്ക് പോകത്തില്ല, ഇല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടാകത്തില്ല ഫിസിക്കൽ വേൾഡിൽ. ലവ് ജോയ് സംഭവങ്ങളെല്ലാം വേണം. ബട്ട് ദി സെയിം ടൈം സ്ട്രിക്റ്റ് റൂൾസ് അല്ലെങ്കിൽ ആ ഒരു പേടിയും വേണം, അല്ലെങ്കിൽ ആ ഒരു മാസ്കുലിനിറ്റി സംഭവം വേണം. ആൻഡ് ദെൻ അങ്ങനെയും അതിൻ്റെയും
പിന്നെ അതിനൊപ്പം തന്നെ ആ ഒരു ഫെമിനിറ്റിയുടെയും കൂടി ഒരു നല്ല ബാലൻസ് എനിക്ക് തോന്നുന്നൊരു നല്ല ഡാൻസാണ് സൊസൈറ്റീൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇത് പറഞ്ഞുകൊണ്ടെന്ന് തോന്നരുത്, തികച്ചും പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ ആണ്. ആണുങ്ങളെ പോലെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അവരിപ്പോ ഓയിൽ റിഗ് പോലുള്ള വർക്ക് പ്ലേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് നല്ലതുപോലെ വേണം. അവിടെ പറയുന്നത് ആ ഒരു ഇത് പെണ്ണുങ്ങൾക്ക് പറ്റുമെന്ന്, അത്രയും ഒരു ഇത് പെണ്ണുങ്ങൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേരും ബയോളജിക്കലി രണ്ട് കാര്യത്തിന് വേണ്ടി ഡിസൈൻഡ്. അത് ആണുങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയാ ഡിസൈൻ ചെയ്യപ്പെട്ടേക്കണേ. കാരണം നമ്മൾ വർക്ക് ചെയ്യണം. പെണ്ണുങ്ങൾ ഡിസൈൻ ചെയ്തേക്കണേ എന്താ പറയുന്നത്, ബർത്ത് ചെയ്യാനും പിള്ളേർ റീപ്രൊഡ്യൂസ് ചെയ്യാനും അതിനും പിന്നെ പിള്ളേർ നോക്കാനും അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതുണ്ട്, അത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. രണ്ടുപേരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നില്ലാണ്ട് രണ്ടില്ല, രണ്ടില്ലാണ്ട് ഒന്നില്ല. ഓക്കെ, വലിയൊരു അർത്ഥവത്തായ കാര്യമാണ് ഇപ്പൊ സംഗീതം പറഞ്ഞത്. ഒന്നില്ലാതെ രണ്ടില്ല. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു ടോപ്പിക്. അഗൈൻ ഇതിൽ ഒബിയസ്ലി നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ ഇച്ചിരി പോളറൈസ് ചെയ്യാൻ നോക്കാറുണ്ടായിരുന്നു. എന്നാലാണ് ഡിബേറ്റിന് ആ ഒരു രസം ഉണ്ടാവാറുള്ളൂ. എന്ന് പറഞ്ഞ് ഈ ഒബിയസ്ലി നമ്മൾ ഈ സംഭവത്തിലേക്ക് ഇച്ചിരി ബേസിലി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ബട്ട് ഇതിനൊക്കെ നമ്മൾ ഒബിയസ്ലി ഡിബേറ്റിൽ കൊണ്ടുവരുമ്പോഴത്തേനും ഒരു സൈഡിൽ ഇച്ചിരി എക്സ്ട്രീം പിടിക്കാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് സംഗീതത്തിന് 1, 2, 3 ക്ഷമിക്കണം. ഞാൻ ഫെമിനിസ്റ്റാ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ പോഡ്കാസ്റ്റ് റാപ്പപ്പ് ചെയ്യുകയാണ്. ഇത് എപ്പിസോഡ് നമ്പർ 16 ആൻഡ് ദെൻ ഇനിയും വീണ്ടും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾ കാണാം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ ഇതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇട്ടായിരുന്ന ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ആൾ പറഞ്ഞ കമൻറ്റാണ് ആ ഡീലിമിറ്റേഷൻ്റെ ടോപ്പിക്. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കും സംഭവങ്ങളും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറഞ്ഞായിരിക്കുക. വി വുഡ് ലവ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ ദാറ്റ് ബീങ് സെഡ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റാപ്പപ്പ് ചെയ്യുകയാണ്. സോ ഗൈസ്, ടേക്ക് കെയർ ആൻഡ് ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.